കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് ഏത് രൂപത്തിലാണ് ഗുരുവായൂരപ്പൻ നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ആ വലിയ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് ഗണപതിയെ കണ്ട് തൊഴാം. എല്ലാ വിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കൂടെ കയറി ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലെത്താനുള്ള ആ ഓട്ടത്തിനിടയ്ക്ക് നമുക്കിങ്ങനെ ആ വാതിൽപ്പടി എത്തുകയാണ്. ഞായറാഴ്ചയാണ്, നല്ല തിരക്കാണ്. എന്നത്തെക്കാട്ടിലും കൂടുതൽ എന്ന് പറയാം. നിത്യവും തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ തിരക്ക് കൂടുതലാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 1:30 അടയ്ക്കുക എന്നുള്ള ഒരു ഇതും കൂടിയുള്ള കാരണം നല്ല തിരക്ക് തന്നെ, നിയന്ത്രണാതീതം തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ വാതിൽപ്പടി കഴിഞ്ഞു. അപ്പോൾ അകത്തേക്ക് നോക്കുകയാണ്. അകത്തേക്ക് നോക്കി ആ ശ്രീകോവിലിലെ നെയ്വിളക്കിൻ്റെ പ്രഭ അങ്ങനെ നമ്മളിലേക്ക് എത്തുക. അങ്ങനെ നമ്മളെ ഇടതുവശത്തേക്ക് ഒന്ന് നോക്കിയിട്ട് തൊഴുതു, വലതുവശത്തേക്ക് നോക്കിയിട്ടും തൊഴുതു. ഇടതുവശത്ത് നാരായണീയൻ രചിച്ച മേൽപ്പത്തൂരിനെ സ്മരിച്ചു. വലതുവശത്ത് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. നേരെ ഇങ്ങനെ അകത്തേക്ക് നോക്കി വരുമ്പോൾ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്. പട്ട് ഇങ്ങനെ ഉടുത്ത്, നല്ലൊരു മഞ്ഞ പട്ട് ഉടുത്തിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെയൊക്കെ ചാർത്തി ഇങ്ങനെ ചെറുതായിട്ട് മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മുട്ട് കുത്തി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ വെണ്ണക്കുടം ഇങ്ങനെ വലത്തെ കയ്യിൽ ഇങ്ങനെ വെണ്ണക്കുടം വെച്ചിട്ടുണ്ട്, അടുത്ത കൈ പൊന്നോടക്കവിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ശ്രീകോവിലിലെ ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം. വളരെ മനോഹരമായിട്ടുണ്ട്, നല്ല ചാർത്ത. ഇന്ന് മേൽശാന്തിയാണ് ഉച്ചപൂജ ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായ കളഭാലങ്കാരം. മുട്ടുകുത്തിയിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് ശ്രീകോവിലിൽ കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. അപ്പോൾ നമ്മൾ ശ്രീകോവിലിൻ്റെ മുൻവശത്താണ് കേട്ടോ. ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ അകത്തേക്ക് നോക്കിയിട്ട് കാണുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ആ തിളപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നേരെ ആ അഗ്നി കോണിലേക്ക് നോക്കിയിട്ട് ബലി തൂവുന്ന കല്ലൊന്ന് നോക്കി തൊഴുതു. സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴോ ആ കൊമ്പും തുമ്പി കൈയൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തി, മുഖമൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ നെറ്റിപ്പട്ടൊക്കെ വെച്ച് അങ്ങനെ അതിമനോഹരമായിട്ടാണ്. നിറയെ മാലകളും ചാർത്തിയിട്ട് ഇങ്ങനെ ഉണ്ട്. കദളിപ്പഴമൊക്കെ മുന്നിലുണ്ട്. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി ദേവീൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ഒരു വെളുത്ത പൂവും തുളസി മാലയുമായിട്ട് ചാർത്തിയിട്ടുണ്ട് ഫോട്ടോൻ്റെ മുകളിൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുതിങ്ങനെ നമ്മൾ വരുമ്പോൾ വീണ്ടും ആ ചെറിയ ഗണപതിയുടെ രൂപം കാണാം. അതൊന്ന് തൊട്ട് തൊഴുകി പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കണ്ടു തൊഴുതു. പിന്നെ മേൽശാന്തിന് അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി, അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വീണ്ടും വാമനാവതാരമൊക്കെ കണ്ടങ്ങനെ
അനന്ത പത്മനാഭസ്വാമീനെ കണ്ട് തൊഴുകയാണ്. അവിടെ നിറയെ മാലകളുണ്ട് കേട്ടോ. അന്ന് മൊത്തത്തിൽ എല്ലായിടത്തും നല്ല മാലകളായിട്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. തുളസി പൂവൊക്കെ ഇട്ട് താമരയൊക്കെ ഇട്ട് ഇങ്ങനെ മൊത്തം കോവിൽ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പുറകുവശത്ത് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളായ രൂപങ്ങളൊക്കെ കണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് വരികയാണ്. കൃഷ്ണൻ്റെ അടുത്ത് അവിടെ ഒരു തുളസി മാലയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് നേരെ മുരുകസ്വാമീനെയൊക്കെ കണ്ടു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് കണ്ട് തൊഴുതു. നിറയെ കുങ്കുമമൊക്കെ ഉണ്ട്. വെറ്റില മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിനുശേഷം നേരെ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുക. അതൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ എത്തിയിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കടന്ന് കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുകയാണ്. പിന്നീട് മണിക്കിണറൊന്ന് നോക്കി തൊഴുതു. പിന്നെ നൃത്ത മണ്ഡപത്തിലേക്ക് നോക്കിയിട്ട് നൃത്താറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടേക്ക് നോക്കി തൊഴുക. അതിനുശേഷം പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെ നാരദനെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അടക്കിയ നടയിലൂടെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും കളമൊക്കെ വാങ്ങിയിട്ട് തൊട്ട് തീർത്ഥമൊക്കെ വാങ്ങി പിന്നീട് നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരികയാണ്. എടത്തരികത്തുകാവിലെ ഭഗവതി വളരെ മനോഹരമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ചുവന്ന പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് നമ്മളെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മയെ കണ്ട് നിറയെ വലിയ നെക്ലസ് പോലത്തെ മാലയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട് തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് ഇങ്ങോട്ട് പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ തൊഴുക. അതിനുശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കി ഇങ്ങനെ വരുന്നു. അത്ര സുഖകരമല്ല അതിനെ വരവ്, നല്ല തിരക്കാണ്. എന്നാലും പതുക്കെ ഒന്ന് കണ്ട് തൊഴുതാൻ വേണ്ടിയിട്ട് ഒന്നും കൂടിയും തൊഴാലോ. അപ്പോൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയ വീണ്ടും ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൂട്ട് കുത്തിയിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാം. എണ്ണക്കുട വേണ്ടിയിട്ട് എണ്ണക്കണ്ണനെ കണ്ട് തൊഴുക. അതിനുശേഷം നേരെ കൂത്തമ്പലത്തിലേക്ക് നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. അയ്യപ്പസ്വാമിയുടെ അവിടെ വെളുത്ത നമ്മുടെ സാധാ മുണ്ടൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് തൊഴുത് പടിഞ്ഞാറ് നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറ് നടയിലെത്തിയിട്ട് ആ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപവും അതുപോലെ ആ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപമൊക്കെ നോക്കിയിട്ട് കണ്ട് തൊഴുകയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ എൻ്റെ ഒപ്പം വന്നിട്ട് കണ്ട് തൊഴുതു കേട്ടോ. എന്നെ ശ്രവിക്കുന്ന നേരത്ത് എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലാണ് എന്ന് മനസ്സിലേക്ക് അങ്ങോട്ട് കരുതുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.